3 കേസുകൾ, ജയിൽവാസം. ജയിൽവാസവും കേസുകളും ഒക്കെ നൂലാമാലകൾ സൃഷ്ടിച്ചിട്ടും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ ഏറുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടുകാരുടെ സ്വന്തമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പാലക്കാട് CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഡോക്ടർ പി സരിൻ തന്നെ വീണ്ടും മത്സരിക്കും. BJPക്ക് വേണ്ടി പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ മത്സരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി മത്സരിക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പാലക്കാട് കോൺഗ്രസ് ജയിക്കുന്ന മണ്ഡലമാണ്. BJP സ്ഥിരമായി രണ്ടാമതെത്തുന്ന മണ്ഡലമാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം സ്വാധീനം കുറഞ്ഞ മണ്ഡലമാണ് പാലക്കാട്. അവർ തുടർച്ചയായി 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു. ഇക്കുറി പാലക്കാട് പിടിക്കാൻ പ്രശാന്ത് ശിവനെ തന്നെ, പാലക്കാട്ടെ തീപ്പൊരി നേതാവ് യുവതുർക്കി പ്രശാന്ത് ശിവനെ തന്നെ BJP ഇറക്കിയിരിക്കുന്നു. CPM ഡോക്ടർ പി സരിനെ തന്നെ വീണ്ടും ഇറക്കി പ്രതിരോധം തീർക്കുന്നു. അതിനിടയിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കുമെന്ന് രാഹുൽ തൻ്റെ അടുത്ത വൃത്തങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വികാരം തന്നെയാണ്. കേസൊക്കെ ഉണ്ടായിട്ടും പോലീസ് പിടിയിലായിട്ടും ജയിലിൽ കിടന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജനസ്വാധീനത്തിന് ഒരു കുറവുമില്ല. രാഹുലിനെ പറ്റി പറയുമ്പോൾ പാലക്കാട്ടുകാർക്ക് 100 നാവാണ്. പൊളിറ്റിക്സ് കേരള പാലക്കാട്ടെ വിവിധ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചപ്പോഴൊക്കെ അവർ പറയുന്നത് രാഹുലിൻ്റെ കേസുകൾ രാഹുലിൻ്റെ വ്യക്തിപരമായ കാര്യം. പക്ഷേ രാഷ്ട്രീയക്കാരനെന്ന നിലയിൽ, ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുൽ മികച്ച ജനപ്രതിനിധിയാണ്, മികച്ച രാഷ്ട്രീയക്കാരനാണ്. ജനങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ്. ഇതെല്ലാം രാഹുലിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വത്തിന് അടിത്തറ ഇടുന്ന വാക്കുകളാണ്. പാലക്കാട് രാഹുൽ സ്വതന്ത്രനായി മത്സരിച്ചാൽ BJPയും CPMും തമ്മിലാകും പ്രധാന പോരാട്ടം എന്നുള്ളതും ശ്രദ്ധേയം. രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. ജയിൽ വിമോചിതനായി ഇറങ്ങിയതിനു ശേഷം രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെട്ട് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്നുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വായിക്കാൻ ധാരാളം അനുവാചകരുമുണ്ട് അദ്ദേഹത്തിന്, ധാരാളം ഫോളോവേഴ്സുമുണ്ട് അദ്ദേഹത്തിന്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തരംഗമായി തന്നെ പാലക്കാട് നിലനിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3 കേസുകളാണ് വന്നത്. 3-ാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തന്ത്രപരമായി പോലീസ് കൊടുക്കുകയായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ കേസിലും ജാമ്യമെടുക്കാൻ കഴിയുമായിരുന്നു. തന്ത്രപരമായി കുടുക്കി രാഹുലിനെ ജയിലിലടച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്നൊരു ലക്ഷ്യം LDFന് ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ചീറ്റിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. രാഹുൽ സ്വതന്ത്രനായാൽ കോൺഗ്രസിൻ്റെ കാര്യം അവിടെ കട്ടപ്പുകയായി മാറും. രാഹുൽ നല്ല രീതിയിൽ വോട്ട് പിടിക്കും എന്നുള്ളത് ഉറപ്പാണ്. PV അൻവറിനെ പോലെ അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. ജനങ്ങൾക്കിടയിലും സാധാരണ ജനങ്ങൾക്കിടയിൽ അദ്ദേഹം ഉണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് നിഷേധിക്കാനാവാത്ത ഒരു ശക്തിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മാറിക്കഴിഞ്ഞു. തന്നെ പോലീസ് പിടിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസുകാരെ വിരട്ടിയതും ശ്രദ്ധേയം. ഞാൻ ഇനിയും പാലക്കാട് മത്സരിക്കും, സ്വതന്ത്രനായി മത്സരിച്ചാലും താൻ ജയിക്കും. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസുകാരോട് പറഞ്ഞത്. അതിനുള്ള ശ്രമങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. കോൺഗ്രസിന് ഇതുവരെ പാലക്കാട് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. BJPയും CPMും സ്ഥാനാർത്ഥികളെ അനൗദ്യോഗികമായി തീരുമാനിച്ചു കഴിഞ്ഞു. പ്രശാന്ത് ശിവൻ BJPക്ക് വേണ്ടിയും ഡോക്ടർ പി സരിൻ CPMന് വേണ്ടിയും മത്സരിക്കും പാലക്കാട്. അത് രണ്ടും ഉറപ്പായി കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. പാലക്കാട് കൃത്യതയോടെ, സൂക്ഷ്മതയോടെ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ പാടാണ് കോൺഗ്രസിന്. രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് ഡോക്ടർ പി സരിൻ കോൺഗ്രസ് വിട്ട് CPMലേക്ക് പോയത്.
രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കുമ്പോൾ പലവിധത്തിലുള്ള എതിർപ്പുകൾ കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ ഷാഫി പറമ്പിലിൻ്റെ പിന്തുണയോടെ അന്ന് വി.ഡി. സതീശൻ്റെ പിന്തുണയോടെ, അന്ന് വി.ഡി. സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരേ ടീമാണ്, ഈ രണ്ടുപേരുടെയും പിന്തുണയോടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് ഇറക്കുമതി ചെയ്തു. ചാണ്ടി ഉമ്മൻ അടക്കമുള്ളവർ എതിർത്തിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് നിർത്തി. തങ്ങളുടെ സെലക്ഷൻ മോശമായില്ല, തങ്ങളുടെ തിരഞ്ഞെടുപ്പ് മോശമായില്ല എന്ന് ഷാഫി പറമ്പിലും വി.ഡി. സതീശനും തെളിയിച്ചു. നല്ല ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് ജയിച്ചു കയറി. പിന്നീട് അങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടുകാരുടെ ഹൃദയവികാരമാകുന്ന കാഴ്ചയാണ് കണ്ടത്. നാടെങ്ങും വികസന പ്രവർത്തനങ്ങളുടെ ഒരു അജണ്ട തന്നെ, ഒരു ബ്ലൂ പ്രിന്റ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാക്കി. അങ്ങനെ വികസന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന ആരോപണം വരുന്നത്. ഒന്നല്ല, 3 എണ്ണം വന്നു. 2 എണ്ണത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടു. 3ാമത്തത് രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കായി മാറി. അദ്ദേഹം ജയിലിലായി. ജയിൽ മോചിതനായ ശേഷം അദ്ദേഹം പാലക്കാട്ടെ പ്രാദേശിക നേതാക്കളുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായി വന്നാൽ പാലക്കാട് കോൺഗ്രസിന് ദുഷ്കരമായി മാറും നിലനിർത്താൻ. കാരണം ഇതുവരെയ്ക്കും കോൺഗ്രസ് പാലക്കാട് കൃത്യതയോടെ ഒരു സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്യാൻ, കോൺഗ്രസിന് കൃത്യതയോടെ ഒരു സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സന്ദീപ് വാര്യരുടെ പേരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് പാലക്കാട്. പക്ഷേ സന്ദീപ് വാര്യർ അവിടെ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ തീരുമാനം വന്നിട്ടില്ല. ഷാഫി പറമ്പിലും വി.ഡി. സതീശനും പുതിയൊരു നേതാവിനെ ഇറക്കുമതി ചെയ്താൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജനഹൃദയങ്ങളിൽ ഉണ്ടാക്കിയ സ്വാധീനം, ആ സ്വാധീനത്തെ നിഷേധിക്കാൻ പ്രയാസമാണ്. ചുരുക്കത്തിൽ പാലക്കാട് ഇരുട്ടിൽ തപ്പുകയാണ് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ തൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. കേസുകളും ജയിൽവാസവും ഒന്നും തന്നെ ബാധിച്ചിട്ടില്ല എന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. കേസുകളും ജയിൽവാസവും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഹീറോ പരിവേഷവും നൽകിയിരിക്കുന്നു പാലക്കാട്. ക്രൂശിതനായ ഹീറോയുടെ പരിവേഷം. ആ പരിവേഷം നന്നായി മുതലെടുക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ധൈര്യപൂർവ്വം സ്വതന്ത്രനായി നിൽക്കാൻ തീരുമാനിച്ചത്. കേസുകൾ കേസിൻ്റെ വഴിക്ക് പോകും. ഈ കേസുകളൊന്നും കോടതിയിൽ നിലനിൽക്കുന്ന കേസുകളല്ല എന്നുള്ളതും ശ്രദ്ധേയം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി പാലക്കാട് നിൽക്കാൻ തീരുമാനിക്കുമ്പോൾ ഇരുട്ടിൽ തപ്പി സ്ഥാനാർത്ഥിയെ തേടി ഇരുട്ടിൽ തപ്പുകയാണ് കോൺഗ്രസ്. ബി.ജെ.പിയും CPM-ഉം അവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചും കഴിഞ്ഞു.